നമുക്ക് വടകരയിൽ ഒന്ന് പോകാം. വടകരയിൽ മുക്കാളിയിൽ ദേശീയപാതയിൽ ഒരു മണ്ണിടിഞ്ഞിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരുന്ന ഭാഗത്താണ് പുലർച്ചെ മണ്ണിടിഞ്ഞത്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് മണ്ണും കല്ലും ഉൾപ്പെടെ വീണു. തൊഴിലാളികൾ ആരുമില്ലാത്തതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. അപകട സാധ്യത കണക്കിലെടുത്ത് ദേശീയപാതയിൽ ഒരു ഭാഗത്തുകൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നത്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സംഭവ സ്ഥലത്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ശരത്ത്, ഇതിപ്പോൾ ഏത് ഭാഗമാണ് ഇടിഞ്ഞു വീണത്? ഇതിപ്പോൾ ഇനി ബാക്കി ഭാഗം കൂടി ഇങ്ങനെ പോയാൽ ഇടിഞ്ഞു വീഴുമോ? അവിടെ ആൾക്കാരും ഇല്ലാത്തത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. എന്താണ് അവിടെ സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ അപകടം? അരുൺകുമാർ, അതായത് വടകര മുക്കാളിയിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ദേശീയപാതയുടെ ഭാഗത്താണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത്. ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. മാത്രമല്ല, നേരത്തെ തന്നെ പലതവണ മണ്ണിടിഞ്ഞതാണ്. അങ്ങനെ 4 or 5 തവണ ഇതിനു മുൻപ് മണ്ണിടിഞ്ഞിരുന്നു ഇത്തരത്തിൽ മഴക്കാലങ്ങളിൽ. അങ്ങനെ ഇന്ന് പുലർച്ചെയാണ് ഇവിടെ മണ്ണിടിഞ്ഞ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഷീറ്റും മറ്റ് കോൺക്രീറ്റിന്റെ ഭാഗമായിട്ടുള്ള സാമഗ്രികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അതിന് മുകളിലേക്കാണ് ഈ മണ്ണും മരവും ഉൾപ്പെടെ വന്ന് പതിച്ചിട്ടുള്ളത്. അതുൾപ്പെടെ ഇങ്ങോട്ട് തെറിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ഈ ഭാഗത്ത് റോഡിലൂടെയൊക്കെ തന്നെ ഒരു ഭാഗത്തുകൂടെയാണ് വാഹന ഗതാഗതം സാധ്യമാകുന്നുള്ളൂ. അതായത് കണ്ണൂരേക്ക് പോകുന്ന വാഹനങ്ങൾക്കും ഒപ്പം കോഴിക്കോടേക്ക് വരുന്ന വാഹനമൊക്കെ തന്നെ ഒരു പാതയിലൂടെയാണ് ഇപ്പോൾ ഈ ഭാഗത്തൂടെ കടത്തിവിടുന്നത്. ഈ മണ്ണിടിഞ്ഞതിന് തൊട്ടു മുകളിലായി നിരവധി വീടുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവരൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തൊട്ടപ്പുറത്തുള്ള വീടൊക്കെ തന്നെ ഇപ്പോഴും ഏത് നിമിഷം വേണമെങ്കിൽ നിലം പതിക്കാം, അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിലുണ്ടായാൽ തീർച്ചയായും താഴേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ആ രീതിയിൽ അപകട ഭീഷണിയുണ്ട്. യാത്രക്കാർക്ക് പോലും അത്ര സുരക്ഷിതമല്ലാത്തൊരു പ്രദേശമായി മാറിയിരിക്കുന്നു എന്നുള്ള ആശങ്ക നാട്ടുകാർ പങ്കുവെക്കുന്നു. ഈ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചാണ്, നമുക്കൊരു സൈഡിൽ ഒരുപക്ഷെ കാണാൻ വേണ്ടി സാധിക്കും, ഇവിടെ മണ്ണുറപ്പിക്കാൻ വേണ്ടി ജർമ്മൻ ടെക്നോളജി ഒക്കെ ഇവർ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതുൾപ്പെടെ ഒലിച്ചു പോയി എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ മുകളിലുള്ള വീട്ടുകാരൊക്കെ മാറ്റി വിടുന്നു. ഇത് ഇവിടെ ഇപ്പൊ 2 വർഷം മുന്നേ ഇടിഞ്ഞു വീണ സ്ഥലമാണ്. ഇവിടെ വലിയൊരു കുന്ന് ശരിക്കും ഇങ്ങനെ ഒരു കുത്തൻ ഇങ്ങനെ ഇടിച്ചിട്ട് ഇതിന്റെ മുകളിൽ ജർമ്മൻ ടെക്നോളജി പറഞ്ഞിട്ട് കുറച്ച് നീളമുള്ള കമ്പികൾ അടിച്ചു കയറ്റിയിട്ട് സിമെന്റ് ഇട്ട് ഉറപ്പിച്ച സ്ഥലമായത്. ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞു. ഒന്നും ആവൂല എന്ന് പറഞ്ഞു. 2 വർഷം ഇത് മൊത്തത്തിൽ ഇടിഞ്ഞിട്ടത്. ആ കാണുന്ന വീടില്ലേ, അതൊരു തറവാടായിരുന്നു. ഇതിന് അവിടെ ആൾ താമസമുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആളെ മാറ്റി താമസിച്ചാണ്. ഇപ്പോൾ പിന്നെ ഈ സൈഡുള്ള വർക്ക് പിന്നെ മഴയില്ലാത്ത സമയത്താണ് നടന്നത്. അപ്പോൾ ഇവിടെ നല്ല പരിസരവാസികൾ എല്ലാവരും പറഞ്ഞു മഴക്കാലത്ത് ഇതിന്റെ വർക്കാണ്. കാരണം ഈ മണ്ണ് അത്ര നല്ലതല്ല. ഇതെന്ന് വെച്ചാൽ ഒരു ചേടി മണ്ണ് എന്ന് പറയും. ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് മഴക്കാലത്താണ് ഇതിന്റെ പണി തുടങ്ങി ഇപ്പോ 3 ആഴ്ച മുന്നേ ഇടിഞ്ഞു വീണത്. അതാ ഈ വീട്ടുകാർ മാറിയിട്ട് വേറൊരു സ്ഥലത്താണ് ഈ വീട്, പുതിയൊരു വീടാണത്. ആ വീട് ഇപ്പൊ ഒരു 3 ആഴ്ച മുന്നേ അത് കംപ്ലീറ്റ് ഇടിഞ്ഞു വീണതാണ്. അന്നേരത്തും വന്ന് ഇവിടുന്ന് ഇവരെ എഞ്ചിനീയർമാർ എല്ലാവരും വന്നിട്ട് പറഞ്ഞു വെച്ചാൽ ഇതിനിയൊന്നും ആവില്ല, നമ്മളെന്താക്കുന്ന വെച്ചാൽ ഇത് എടുക്കുന്നതിന് കണക്കായിട്ട് അളപ്പുറം മണ്ണിട്ട് ഫില്ലാക്കുന്ന പറഞ്ഞു. ഇത് ചെറിയ മക്കളോട് ചോദിച്ചാൽ അവർ മക്കളടക്കം പറയും ഈ മണ്ണെന്താവും, ഇനി ആർക്കും അറിയാം ഇതിടിഞ്ഞു ഭീഷണിയാ ശരിക്കും. അരുൺകുമാർ, അതായത് ഇതിൽ അശാസ്ത്രീയത ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ ഈ കാണാൻ സാധിക്കും തൊട്ടിപ്പുറം ഒരു വീട് നിൽക്കുന്നുണ്ട്. അതും ഏത് നിമിഷവും താഴേക്ക് പതിക്കാം എന്ന നിലയിലാണ്. ആ രീതിയിൽ എപ്പോ വേണമെങ്കിലും ഒന്ന് വീഴാം കേട്ടോ. ചേർത്ത് സൂക്ഷിച്ചോളൂ. അവിടെ ആൾക്കാരോടൊക്കെ പറഞ്ഞോളൂ. ആ ഭാഗത്തു നിന്ന് എപ്പോൾ വേണമെങ്കിലും മണ്ണിടിഞ്ഞ് വീഴാമെന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഒരു മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മണ്ണ് അവിടെ നിടിഞ്ഞു വീഴും. അത് ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെയൊക്കെ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ അറിയാം. അത് ആ ഭാഗമൊക്കെ വിണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് പെയ്താൽ അത് അടർന്ന് താഴേക്ക് വീഴുന്ന അവസ്ഥയാണ്. പ്രത്യേകം സൂക്ഷിക്കുക. ശരത്താണ് ഇപ്പോൾ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അതിന് മുൻപ് നമുക്ക്